ഞാനിന്ന് ഒരാളെ പരിചയപ്പെട്ടു. ജസ്റ്റ് ഇങ്ങനെ ഒക്കേഷനിൽ കണ്ടപ്പോൾ ആളോട് ജസ്റ്റ് ചോദിച്ചു ഞാൻ എത്ര വർഷമായി യു എയിലെന്ന്. അപ്പോൾ ആളിനോട് പറഞ്ഞു 3 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഏകദേശം ആരെയും കാണുമ്പോൾ അവരുടെ പ്രൊഫഷൻ ഏതാണ്, എത്ര വർഷമായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ചോദിച്ചതാണ്. അപ്പോൾ ആൾ പറഞ്ഞു ആൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാനേജീരിയൽ പൊസിഷൻ, മാനേജറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. എത്ര വർഷമായെന്ന് വെച്ചപ്പോൾ ആൾ 3 years എന്നും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒന്നും കൂടെ ഒരു ഭയങ്കര അറിയാനുള്ള ആ ഒരു ഇത് കൂടി. 3 വർഷം കൊണ്ടൊക്കെ ഒരാൾക്ക് മാനേജറാവാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇത് വന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആളോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊസിഷനിലെത്തിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു എന്താ പറയുക നല്ല കണക്ഷൻസിലൂടെ കിട്ടിയതാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്ന് പറയും. 3 വർഷം കൊണ്ടൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാനേജീരിയൽ പൊസിഷനിലെത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എനിക്കൊരു ഇതില്ല. മുമ്പ് ഞാൻ കണ്ടത് ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലരോട് ചോദിച്ചാൽ പറയും ലക്കാണ് പറയും. ലക്കുമുണ്ട് ചിലർക്ക്. നല്ല അത്യാവശ്യം നമ്മളെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലർക്ക് മാനേജീരിയൽ പൊസിഷനിലെത്തി. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് അറിയണമല്ലോ. ചിലർക്ക് പിന്നെ പറയാനേ താല്പര്യം ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ട്. ഇയാൾ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ നല്ല കണക്ഷൻസ് ഉണ്ടാക്കി അതിനുശേഷം കിട്ടിയതാണെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ആൾ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 വർഷമായല്ലോ, ഇയാൾ പിന്നെ എങ്ങനെ ഈ മാനേജറിൽ പൊസിഷനിലെത്തി, ഞാനിപ്പോൾ എന്താ മാറ്റം വന്നത്. പിന്നെയാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്, നമ്മൾ എത്ര വർഷമായി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു. ഞാനിപ്പോൾ 3 വർഷമായി, ആ 3 വർഷത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് മാറ്റേഴ്സ്. അതിന് 3 ആയാലും 30 ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ പുള്ളിയും പൂക്കും ഇൻഷാ അല്ലാഹ്.